ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ബ്രദർ മാത്രമല്ല, ഒരു ഫാദർ, ഒരു സഹോദരൻ, അടുത്ത ഒരു കൂട്ടുകാരൻ, എല്ലാ നിലകളിലും ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ വ്യക്തിയാണ് ഇവിടെ നിൽക്കുന്നത്. ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഒരു ചേച്ചി മാത്രമല്ല, ഒരമ്മ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ, അമ്മച്ചും നഷ്ടപ്പെട്ടപ്പോൾ ആ സ്ഥാനം ഏറ്റെടുക്കുകയും ഞങ്ങളുടെ എല്ലാവിധ കാര്യങ്ങളിലും ഒരു കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കും. എല്ലാവരും ഒന്നിച്ചു പോകണം. ഞങ്ങൾക്ക് ഷിക്കായിന്ന് ഫ്ലോറിഡയ്ക്ക് മൂവ് ചെയ്തപ്പോൾ അവർക്ക് വളരെ പ്രയാസമുണ്ടായിരുന്നു. എന്തിനാണ് നിങ്ങൾ പോകുന്നത്? ഇവിടെ ഇത്രയേറെ സൗകര്യങ്ങളുണ്ട്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഓരോരുത്തർ മൂവ് ചെയ്തു. അന്ന് ഞങ്ങൾക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും പറഞ്ഞു, ഓ കം ടു ഫ്ലോറിഡ, 10 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ ഫ്ലോറിഡയിൽ വരും. എല്ലാവരും ഓർക്കുന്നുണ്ടോ? പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വർഷം 15 അപ്പം 5 വർഷത്തെ ലാപ്സ് ആയിപ്പോയി. അതുകൊണ്ട് അടുത്ത വർഷം അവരിങ്ങോട്ട് മൂവ് ചെയ്യും എന്ന് നമുക്ക് ഇനിവേ ഞങ്ങൾക്ക് നല്ലൊരു ചേട്ടൻ ചേച്ചി ദൈവം തന്നു. അതിൽ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷവതിയാണ്. അവർക്ക് 40 വർഷത്തെ നല്ല വിവാഹ ജീവിതം ദൈവം അവർക്ക് നൽകി. ഇനി അത് 50 ആവട്ടെ 60 ആവട്ടെ, അങ്ങനെ കൂടിക്കൂടി പോകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആശംസിക്കുകയും അതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ചേട്ടൻ്റെ 65ാമത്തെ ബർത്ത്ഡേയും ഞങ്ങളിപ്പോൾ ആശംസിക്കുന്നു. ഇനിയും കൂടുതൽ ആയുസ്സും ആരോഗ്യവും ദൈവം നൽകട്ടെ എന്നുകൂടി ഞങ്ങളുടെ പ്രാർത്ഥനയോടുകൂടി ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും സന്തോഷവും സ്നേഹവും എല്ലാം ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. Hello? Okay. So, thank you, Simon Pepper, for that. And now, Vito, if you can come up and say a few words. ഞാൻ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഗഡിയാണ്. ഞാൻ ആളുടെ മൂത്ത അളിയൻ്റെ മൂത്ത മകനാണ്. പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള കളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു എന്താ പറയുക, അത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ചിക്കാഗോയിൽ ഞാൻ 2006 ഡിസംബറിൽ വരും. അന്ന് തുടങ്ങി ഇന്ന് വരെ എൻ്റെ കാര്യങ്ങളിൽ എൻ്റെ അപ്പനില്ലാത്ത ശ്രദ്ധ ആൾക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആൻറ്റിക്കും അതിൻ്റെ കൂടെ. ആളെക്കുറിച്ച് എന്ത് പറയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല. കാരണം എൻ്റെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും ആൾ അത്രയും ശ്രദ്ധ കാണിച്ചത്. ആൻറ്റിമാരും പറഞ്ഞു അവരുടെ ജീവിതത്തിൽ അവർക്ക് കൊടുത്തേണ ഒരു സഹോദരൻ എന്ന നിലയിലൊക്കെ മുകളിൽ ഒരു അപ്പൻ്റെ സ്ഥാനത്താണ് അവർ കണ്ടത്. എനിക്ക് അതേപോലെ തന്നെയാണ് അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. ഞാനും ആളും കൂടി ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുമ്പോൾ ആൾ പറയുന്നത് ചിലപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ പോലുള്ളൊരു ബിസിനസ്സുകാരനാവും.
ഫാമിലി ലൈഫിൽ അദ്ദേഹത്തെ പോലുള്ളൊരു ഹസ്ബൻഡാണ്. യുനോ ആൻറ്റി ചില സമയത്ത് പറയും കുക്ക് ചെയ്യാൻ പറ്റില്ല, ഗസ്റ്റ് വരുന്നു. അപ്പം പക്ഷെ ആ സെക്കൻഡിൽ ആൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് അമേസിങ്. ആ പറഞ്ഞ ആൻറ്റിയാണ് 10-15 ഐറ്റംസ് നിരത്തി അതിഥികളെ കണ്ണു തള്ളിപ്പിക്കും. ഹൗ ഈസ് ഹാൻഡ്ലിങ് ദെയർ ഫാമിലി ലൈഫ്? ദാറ്റ്സ് എ വണ്ടർഫുൾ. ഐ എം വെരി ക്ലോസ് ടു. ഞാൻ അവരുടെ വീട്ടിൽ ഒരുവിധം എല്ലാ ദിവസവും ഉണ്ടെന്ന് പറയാം. സോ ഐ എം ഷൈന കാണുന്നേക്കാളും കൂടുതൽ ഞാനാണ് കണ്ടേണേന്ന് പറയും അവരുടെ ലൈഫ്. അവര് ഒരു മൂത്ത മകനെ അവരെക്കാളും കൂടുതൽ സ്നേഹം തന്നെ എന്നെ നോക്കുന്ന ഒരു ആൻറ്റിമാരാണ്. എനിക്ക് അറിയില്ല, എനിക്ക് അറിയാത്തൊരു കാര്യം. പിടികൂടാനാണെങ്കിൽ ഞാൻ റെഡി. അങ്ങനത്തെ എന്ത് പരിപാടിയാണെങ്കിലും ഞാൻ റെഡി. പക്ഷെ ഈ വർത്താനം പറയാൻ എനിക്കറിയില്ല. അവർക്ക് എല്ലാവിധ ഭാവി ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് പോട്ടെ. അവർക്ക് ആരോഗ്യങ്ങൾ കൊടുത്ത് ദൈവം അനുഗ്രഹിക്കട്ടെ. അത്രയും Thank you, Beto. Now the next speech is from Paul, my husband. We saved the best for last. I'm Paul Tagadil. Betsy, sorry. That's the best now. I'm Joseph and Rosemary's son-in-law for 10 years now, this Wednesday. Congratulations. I can honestly say I have never felt like a son-in-law to you both. You have always treated me like a son. I have never felt any different to you guys than I do to my own parents. And for that, I'm eternally grateful. People always say, live your life with no regrets. I think that's a bunch of BS. If you're not living your life and you don't make mistakes, then you're not working hard enough. One of the biggest regrets I have was during our wedding, at the end of our wedding. First of all, I didn't say Shaina is wonderful. I'm sorry about that. But secondly, I wanted to say how much I love you guys. You guys have always been there for us. You supported us. You've taught us how to be better parents, how to be better husband and wife. And now you guys are continuing to teach us every day. So I'm very thankful for you guys, and I want you to know how much I love you, how much our kids love you, and how much we pray for you every day. One of the things I admire the most about Dad is his ability to work. I know that sounds silly, but as a man, watching somebody work so hard to take care of their family is a great example. He works 24/7, 7 days a week. Maybe 20 of those hours are playing cards, but the other 4 hours are working. Just kidding. And Mom, one of the things I admire most about you is I have never in my life seen a woman, a wife, work as hard for her husband as you do for Dad. She irons his undershirts. Every day I will talk to Mom and she will tell me what Dad is doing, how Dad's feeling, how she will never think about herself. You're the most selfless mom I've ever seen. And I appreciate that. And I just want to say congratulations on your 40th anniversary. We all love you very much. And I want you to know we will always be there for you. Thank you. Is there any more? Well, that was nice. If I was with him, I'd cry. Next, Betsy. Would you like to say a few words? Betsy's my sister. Oh, I totally got that. Just got married to my brother. Definitely wasn't planning on speaking today, but I can definitely say leaving my parents in Dallas was the hardest thing I could do. So having second parents has been wonderful. It's still a struggle every day to know that my parents live so far, that they've welcomed me with open arms in their house.
And I appreciate that. Every day when we leave their house, it's like they have this sadness because I know they wanted us to live there. But we're only literally 8 minutes away. Every week. I just want to say congratulations and that I love you very much. Before it gets too late, I need to say thank you to two individuals. We came far away from Miami and they came from Chicago, and then this place made it possible by two individuals. Paulus Kuilad, we are from the same place, and he helped me a lot. And then, the board of directors, one of the board of directors is Dr. Wesley. He's sitting there. He was the reason that we got this hall. Thank you so much. Dr. Wesley, you want to say something? Yeah, his 40th wedding anniversary is this year. He just told me. And happy wedding anniversary. And he's a 5 PhD holder, and he works for NASA. He's a big shot, but very simple person. We'll say something. Say, just wish them and. He has 5 PhDs. ഞാനൊരു തമാശ പറഞ്ഞോട്ടെ ഒരു കഥ. 1 second. There was this, you might have heard this. I know my friend Mr. Kuriakos have heard this before, but it is a very interesting one. Take only 2 seconds. There was this elderly couple in New York City sitting by the fireplace one evening, and this elderly gentleman in the 70s, he had a romantic thought, and he said the wife who is sitting by the fireplace, "Honey, for 50 years, I find you tried and true." She is also in the 70s. She has this hearing problem, hard of hearing. So she said, "Huh?" And the gentleman repeated what he said earlier. For 50